ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കോക്ടെയിൽ, അതും സ്പെഷ്യൽ കോക്ടെയിൽ, കൊയിലാണ്ടി കോക്ടെയിൽ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ, നല്ല ടേസ്റ്റാണ്. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പപ്പായ, മാംഗോ, ബനാന. ഇതെല്ലാം കൂടി ഒരു ജാറിലിട്ടിട്ട് കുറച്ച് കട്ടപ്പാലൂടെ നല്ലോണം ഒന്ന് അഴിച്ചെടുക്കണേ. നല്ല പഴുത്ത കർമൂസയാണ് വേണ്ടത്, പിന്നെ നല്ല പഴുത്ത മാങ്ങ, പിന്നെ അതിൻ്റെ അകത്തേക്ക് കട്ടപ്പാലിട്ട് പിന്നെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതേപോലെ കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വേണം. ആപ്പിൾ, ബനാന, അനാർ, പപ്പായ, പിന്നെ അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ, പിന്നെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് ആവശ്യത്തിന് എടുക്കുക. പിന്നെ ഈ ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അധികം ഇടാം കേട്ടോ. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ മുന്തിരിയൊക്കെ ഇടാം. മുന്തിരി, പിന്നെ ഈത്തപ്പഴം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തിടുക. പിന്നെ ഇതൊക്കെ കൂടി ഒരു പാത്രത്തിൽ നമ്മൾ ജ്യൂസിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കണം. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തേക്കണേ. പിന്നെ ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സർവ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ജ്യൂസ് ഒഴിക്കുക, പകുതിയോളം ഒഴിച്ചതിന്. പിന്നെ നമ്മൾ എന്താക്കുക, കുറച്ച് ഐസ്ക്രീം, ഞങ്ങളിവിടെ വാനില ഐസ്ക്രീമാണ് എടുത്തത്, അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ജ്യൂസ് ഒഴിക്കുക. ഇപ്പം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നേരത്തെ എടുത്ത് വെച്ച നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കൂടി മിക്സ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ കോക്ടെയിൽ റെഡി ആയിക്കഴിഞ്ഞു. ഇതാണ് നമ്മളെ കൊയിലാണ്ടി കോക്ടെയിൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ് കേട്ടോ.